വലം കൈയിൽ തന്നെ പിടിച്ച് നടന്നുകൊണ്ടിരുന്നിരുന്നാണ് ഈ നിമിഷം ചെളിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അങ്ങനെ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ താമരപ്പൂ പിന്നെ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ്. തൻ്റെ തെറ്റ് മനസ്സിലായി എന്ന് പറയുകയാണ്. അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞു ഗജേന്ദ്രമോക്ഷത്തിനായിട്ട് കാത്തിരിക്കാൻ. എന്ന് താമരപ്പൂ തിരിച്ച് തൻ്റെ കയ്യിലെത്തുന്നുവോ ആ നിമിഷം മുതൽ വീണ്ടും താമരപ്പൂവിൻ്റെ സ്ഥാനം തൻ്റെ വലം കൈയിലായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗജേന്ദ്രമോക്ഷം വരെ താമരയ്ക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ഗജേന്ദ്രൻ താമരപ്പൂവ് ഭഗവാന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോഴാണ് പിന്നെയും താമരയ്ക്ക് ഭഗവാന്റെ വലം കൈയിൽ സ്ഥാനം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതിലൊരു തെല്ല അഹങ്കാരം വന്നാൽ കൂടെ ഭഗവാൻ അത് നമ്മുടെ ആ അഹങ്കാരം മാറുന്നത് വരെ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പരമമായ ഭക്തിക്ക് മാത്രമാണ് അവിടെ ഈശ്വരൻ്റെ മുന്നിൽ സ്ഥാനമുള്ളൂ. കലർപ്പില്ലാത്ത ഭക്തിയോടുകൂടി നമുക്ക് എല്ലാവർക്കും ഭഗവത് സ്മരണയോടുകൂടി ആ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാം.